വലുപ്പമുള്ള നിമ്മയും കിട്ടിയപ്പോഴേ ഞങ്ങൾ ചേട്ടത്തിക്കും അനിയത്തിക്കും ഒരേപോലെ ഒരു ആഗ്രഹം, ഇവനെ അങ്ങ് ബിരിയാണി ആക്കിയാലോന്ന്. പിന്നെ മടിച്ചു നിൽക്കാതെ അതിനുള്ള പണിപ്പുരയിലായിരുന്നു കേട്ടോ. നേരത്തെ നമ്മൾ ബിരിയാണിയുടെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഇതും അതുപോലെയൊക്കെ തന്നെയാണ് ചെയ്തത് കേട്ടോ. ഇതാ നോക്കി, നല്ല മുളകരച്ച് നല്ല മീൻ കൂട്ടാനാവേണ്ടിയിരുന്ന കഷ്ണങ്ങളാണ് ഇപ്പോൾ സ്ഥാനക്കയറ്റം കിട്ടി ചട്ടി കിടന്ന് മൊരിയുന്നത്. ഓരോ ഫുഡും ഓരോ ഓർമ്മകളാണല്ലേ. എനിക്ക് ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ പന്തളത്ത് ആയുർവേദ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ അടുത്ത് നാലുകെട്ട് എന്ന് പറയുന്നൊരു ഹോട്ടലിൽ നല്ല അടിപൊളി ഫിഷ് ബിരിയാണി കിട്ടുമായിരുന്നു. ഇപ്പോഴും അതിൻ്റെ രുചിയുണ്ട് നാവിൽ. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മളിവിടെ മസാല ചേർത്ത പാത്രം ഇത്തിരി ചെറുതായി പോയോ എന്നൊരു സംശയം. മടി കാരണം വേറെ ഒന്നും എടുക്കാൻ പോയില്ല കേട്ടോ. ഇനി എല്ലാ കഷ്ണങ്ങളും സുന്ദരമായിട്ട് അങ്ങനെ നിരത്തി ദം ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് പോവുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞ ദം ചെയ്യുന്ന ഈ സമയത്താണ് കേട്ടോ നമ്മുടെ മനം മയക്കുന്ന ബിരിയാണി മണം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അധികം ഡെക്കറേഷൻ ഇല്ലാതെ, എന്നാൽ ഒട്ടും ഡെക്കറേഷൻ കുറയ്ക്കാതെ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.